ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് രാജീവ് ഗാന്ധി ചിൽഡ്രൻസ് പാർക്ക് ഇക്കോ ടൂറിസത്തിലാണ്. ഇതെന്ന് പറയുന്നത് മറയൂർ പാർക്കാണ്. ഇപ്പം നമുക്ക് മറയൂർ പാർക്കിലെ കാഴ്ചകളൊക്കെ കാണാവേ. അതുപോലെ തന്നെ മൂന്നാറിൽ നിന്ന് മറയൂർ യാത്ര ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക്, കുഞ്ഞു പിള്ളേർക്ക് പ്രത്യേകിച്ച് ബോറടി ആയിരിക്കും. അവരുടെ ബോറടി മാറ്റാനായിട്ട് നമ്മുടെ മറയൂർ ടൗണിൽ തന്നെയാണ് ഈ പാർക്കുള്ളത്. ടൗണിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിൽ കൂടെ ഒരു റോഡ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കൂടെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കുള്ളത്. അപ്പം കുഞ്ഞു പിള്ളേരുടെ ബോറടി മാറ്റി നമുക്ക് ബാക്കി യാത്ര തുടരാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപ പാസ്സാണ്. അപ്പോൾ ഗൂഗിൾ പേ ആണ്. ഇക്കോ ടൂറിസം എല്ലാം ഗൂഗിൾ പേ ആക്കിയല്ലോ. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരാൾക്ക് 10 രൂപ വെച്ച് 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോവാണ്. ഇവിടെ നല്ലൊരു എക്കോ ഷോപ്പ് ഉണ്ട്. ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ അടുത്ത് ചന്ദനമരവും ഫാക്ടറി ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള തൈലവും സ്പ്രേയും സോപ്പും എല്ലാം നല്ല നാച്ചുറൽ ആയിട്ട് കിട്ടും. പിന്നെ മിൽമയുടെ ഐസ്ക്രീമും ഉണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. നമ്മുടെ മറയൂർ പാർക്കിന്റെ മാത്രം പ്രത്യേകതയാണ് എന്താന്നല്ലേ, അതാണ് ആൽമരം. ആൽമര വർഗത്തിൽപ്പെട്ട പേരാലാണ് ഇത് മറ്റു മരങ്ങളുടെ പോടുകളിലാണ് വളരുന്നത്. ഇതിന്റെ വേര് താഴോട്ടിറങ്ങി സ്വതന്ത്ര മരങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വേരുകൾ വന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് മൊത്തത്തിൽ നിൽക്കുന്നതാണ് ഈ പാർക്കിന്റെ പ്രത്യേകത. ഈ പേരാലിന്റെ വേരേതാണ് തടി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുറേ സ്ഥലത്ത് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. ഇതിനകത്ത് ഫോട്ടോ എടുക്കാനും നടക്കാനൊക്കെ നല്ല രസമാണ്. നല്ല വൈബാണ് ഇത്. ഇത് കാളവണ്ടി രൂപത്തിൽ, പഴയ കാളവണ്ടി രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കാനൊക്കെ പറ്റും. നല്ല രസമാണ് കാണാനായിട്ട്. ആൽമരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാലേ. ഒരു അത്ഭുതം തന്നെയാണ് പ്രകൃതിയുടെ. വന്ന് കാണുന്നവർക്കൊക്കെ ഒരു അതിശയമായിരിക്കും ഇത് ഇങ്ങനെ ആൽമരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ നല്ല തണുപ്പാട്ടോ ഇതിനകത്ത്. ഭയങ്കര തണുപ്പല്ലേലും ചൂട് സമയമൊക്കെ ആണെങ്കിലും മാർച്ച് ഏപ്രിലാണ് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. ഇരിക്കാൻ നല്ല സുഖമാണ്. ചൂടിൽ നിന്നൊക്കെ മാറി. ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ നല്ല ശുദ്ധമായിട്ടുള്ള വായുവായിരിക്കും. കാരണം ആൽമരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ കുറച്ചു നേരമൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ മറയൂർ പാർക്ക് എന്ന് പറയുന്നത്. മരാണ്. പിള്ളേർക്ക് കളിക്കാൻ മാത്രമല്ല കേട്ടോ ഈ പാർക്ക്. ഇത് എക്കോ ടൂറിസം കൂടിയല്ലേ. അപ്പം നമുക്ക് ഈ നടന്നു പോകുന്ന എങ്ങോട്ടാണെന്നല്ലേ നോക്കുന്നത്. ഇത് വേലി ഇട്ടിട്ടുണ്ട് ഈ പാർക്കിന് ചുറ്റും. ആ പാർക്കിന്റെ അപ്പുറത്ത് വന്യജീവികളൊക്കെ വന്ന് നിൽക്കും. വേലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ എല്ലാവരും അടുത്ത് വന്ന് നിൽക്കും. മാനുണ്ട്, കാട്ടുപോത്തുണ്ട്, അതുപോലെ തന്നെ കേഴയാടുണ്ട്, മുയൽ കാണും, മയിൽ കാണും, പിന്നെ മലയണ്ണാനുണ്ട്. അങ്ങനെ സകല സാധനങ്ങളും നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. ഇപ്പൊ തണുപ്പൊക്കെ അതിന്റെ പുല്ലൊക്കെ അകത്തുള്ളത് കൊണ്ട് ഞാൻ വന്നിരുന്നപ്പോ ഒരു കേഴയാട് മാത്രമേ നിൽപ്പുണ്ടായിരുന്നുള്ളൂ. അത് എടുക്കാൻ പറ്റിയില്ല, അത് ഓടിപ്പോയി. അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നല്ല അതിമനോഹരമായിട്ട്. അതുപോലെ തന്നെ പാർക്കിനകത്ത് ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എപ്പോഴും നല്ല വൃത്തിയായിട്ടാണ് ഇവിടുത്തെ പാർക്ക് ഇരിക്കുന്നത്. വേസ്റ്റ് ഒന്നും ഇടാതെ. അപ്പം നിങ്ങൾ വേസ്റ്റ് ഒന്നും ഒക്കെ ഇടാതെ നല്ലപോലെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക.
ഇതിനകത്ത് പല സൈസിലുള്ള മരങ്ങളുണ്ട്. ചന്ദനമരം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും പേര് എഴുതി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പഴം ഇവിടെ കാണുന്നത്. ഇപ്പം കുരങ്ങന്റെ ശല്യം ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നല്ല കുരങ്ങന്റെ ശല്യം കാണും ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാർ കാണും ഇവിടെ. നല്ല കിളികളുടെ സൗണ്ടും നല്ല തണുപ്പും ഒരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ല സുഖമാണ് ഈ പാർക്കിൽ വന്നിരിക്കാനായിട്ട്. ശരിക്കും നല്ലൊരു അനുഭവമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ്. നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ വരുന്നവർ മസ്റ്റായിട്ട് മറയൂർ ഈ കുഞ്ഞു പാർക്കിൽ വരിക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ. നല്ല തണുപ്പാണ് ഇവിടെ ഇരിക്കാൻ. ഒന്നാമത്തെ കാര്യം, എത്ര ചൂടാണെങ്കിലും ഇവിടെ ചൂട് കയറത്തില്ല, നല്ല തണുപ്പാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കുമായിട്ട് ഈ കാഴ്ചകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറയൂർ വന്നാൽ മസ്റ്റായിട്ട് എല്ലാവരും ഈ പാർക്കിൽ വരിക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ.